പാരമ്പര്യമായിട്ട് അലർജി ഉള്ളവരാണോ നിങ്ങൾ? എന്നാൽ ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. പാരമ്പര്യമായിട്ട് അലർജി ഉള്ള ആളുകൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് അവരുടെ കുട്ടികൾക്ക് അലർജി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു പാരന്റിനാണ് അലർജി ഉള്ളതെങ്കിൽ അത് കുട്ടിക്ക് ലഭിക്കാനുള്ള സാധ്യത ഏകദേശം 40% രണ്ട് പാരന്റിനും അലർജി ഉണ്ടെങ്കിൽ ആ ഒരു സാധ്യത 60 മുതൽ 80% കൂടുതലാണ്. രണ്ട് പാരന്റിനും ഒരേ സാധനത്തിനോടാണ് അലർജി. ഉദാഹരണമായിട്ട് രണ്ടാൾക്കും അലർജി ഉണ്ടാവുന്നത് പൊടിയാണെങ്കിൽ കുട്ടിക്ക് അത് ഉണ്ടാവാനുള്ള സാധ്യത 80%. അപ്പൊ അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആണ് പാരമ്പര്യം എന്നുള്ളത്. അപ്പം നമ്മൾ തുടക്കത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവാതെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നതാണ്. പാരമ്പര്യമായിട്ട് അലർജി ഉള്ള ആളുകൾക്ക് മൾട്ടിപ്പിൾ അലർജി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. തുമ്മലും മൂക്കൊലിപ്പും മാത്രമല്ല, അലർജിയോടൊപ്പം തൊലിപ്പുറത്തുള്ള അലർജി ഉണ്ടാവാം, അല്ലെങ്കിൽ അത് ശ്വാസകോശത്തെ ബാധിച്ച് ആസ്മയിലേക്കൊക്കെ പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നിങ്ങളെ കുട്ടികളെ ചെറുപ്പത്തിലെ തന്നെ നന്നായിട്ട് കെയർ ചെയ്യുക. ഏതെങ്കിലും ഒരു ഫുഡ് കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും 1-2 ഫുഡ് മിക്സ് ചെയ്ത് കൊടുക്കാതിരിക്കുക. അറ്റ് എ ടൈം ഒരു ഫുഡ് മാത്രം കൊടുത്തിട്ട് എന്തെങ്കിലും അലർജി ഉണ്ടാക്കുന്നുണ്ടോ എന്ന് വ്യക്തമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. omega-3 ഫാറ്റി ആസിഡ്സും നല്ല ആന്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും വിറ്റാമിൻ ഡി കൂടുതലുള്ള ഭക്ഷണങ്ങളും കൂടുതലായി കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്രോപ്പർ ആയിട്ടുള്ള അലർജിക് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു പാരമ്പര്യത്തിന്റെ ഹിസ്റ്ററി ഉണ്ട് എന്ന് ആ ഡോക്ടറെ അറിയിക്കേണ്ടതും അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ ഇത് നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനും അലർജി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവാതെ നമുക്ക് നോക്കാനും സാധിക്കുകയുള്ളൂ.